ചില ചാനലുകളുടെ ചില കാർഡുകൾ, വാർത്താ കാർഡുകൾ അത് മെറ്റ നീക്കം ചെയ്യും. അപ്പോൾ അതിന് ഇപ്പോൾ പറയുന്നത് അത് നിയമപരമായിട്ടുള്ള ചില കാര്യങ്ങൾ കൊണ്ടാണ്. പക്ഷെ നേരത്തെ പറഞ്ഞത് അതൊരു അവർ മെറ്റയ്ക്ക് പറ്റിയ അബദ്ധം എന്ന രീതിയിൽ വാർത്തയുണ്ട്. തപ്പിലെന്താ സംഭവിച്ചത്? സത്യത്തിൽ കേരള ഗവൺമെൻറ്റോ പോലീസോ മെറ്റയുടെ ഒരു സന്ദേശവും മാറ്റാൻ മെറ്റയോട് ആവശ്യപ്പെട്ടിട്ടില്ല. ഔദ്യോഗികമായിട്ടോ അനൗദ്യോഗികമായിട്ടോ ഒരാവശ്യവും മുന്നോട്ട് വെച്ചിട്ടില്ല. മാറ്റിയത് അവർ തന്നെയാണ്. അവരെന്താ മാറ്റിയെന്ന് അവരാണ് വിശദീകരിക്കുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞത് ആദ്യം മെറ്റയുടേതായി പോലീസ് വന്നൊരു മറുപടി ഇത്തരത്തിലായിരുന്നു. അതായത് അവർ മാറ്റാൻ ആവശ്യപ്പെട്ടില്ല. അവരുടെ ചില സാങ്കേതിക AI ടൂൾ ഉപയോഗിച്ചുള്ള ചില സാങ്കേതിക പ്രശ്നമാണ്. ഇന്നലെ ഒരു ചാനലിൽ അവർ മറുപടി കൊടുത്തായിട്ട് കാണുന്നത് ലോക്കൽ റിക്വയർമെന്റ്, അതായത് എന്താ പറയുക, ഇവിടുത്തെ ഒരു നിലനിൽക്കുന്ന നിയമ അനുശാസനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മാറ്റിയതാണ്. അതാണ് പോലീസ് ഒരു പരാതി കൊടുത്തത് കൊണ്ടാണോ മാറ്റം വന്നത്? പോലീസ് ഒരു പരാതി കൊടുത്തതുകൊണ്ട് അവരുടെ സാങ്കേതിക പ്രശ്നം കൊണ്ടല്ല, പകരം നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയുന്നത്. അത്തരത്തിൽ ഏതെങ്കിലും സംസ്ഥാന സർക്കാരോ ഏതെങ്കിലും ഏജൻസിയോ അങ്ങനെ പരാതി കൊടുത്തിട്ടുണ്ടോ? പോലീസ് ഏതായാലും ആവശ്യപ്പെട്ടിട്ടില്ല, ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ടില്ല. മെറ്റ എന്തുകൊണ്ട് മാറ്റിയെന്നുള്ളതിന് നിങ്ങൾ അവരോട് ചോദിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഔദ്യോഗികമായിട്ടോ അനൗദ്യോഗികമായിട്ടോ മെറ്റയോട് ഒരു മെസ്സേജും അല്ലെങ്കിൽ ഏതെങ്കിലും കാർഡുകൾ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പോലീസ് അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളിലാണെങ്കിലും എൻ്റെ ശ്രദ്ധയിലില്ല, ഞങ്ങളുടെ ശ്രദ്ധയിലില്ല. കണ്ണൂരിൽ തന്നെ ഒരു പോലീസ് ഉദ്യോഗസ്ഥർ 3 തവണ 1 മാസത്തിൽ നിന്ന് 3 സ്ഥലത്ത് സ്ഥലം മാറ്റി. അതിന്റെ വിവരങ്ങളെ പറയുന്നു. അപ്പൊ അങ്ങനെയുള്ള എന്തെങ്കിലും രാഷ്ട്രീയ പോലീസ് ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ? ആ വിമർശനത്തിന് ഏറ്റവും കുറച്ച് പരാതി പോലീസിനെ പറ്റിയാണ്. എല്ലാവരും പറഞ്ഞത് എന്തുകൊണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നില്ലെന്ന് ഇത്ര നാൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 3 വർഷമായിട്ട് എന്തുകൊണ്ട് പോലീസ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല? ചില ചാനലുകളൊക്കെ വന്നു. ഇലക്ഷൻ സമയത്ത് ദൂരദേശങ്ങളിലേക്ക് അയച്ചവർക്ക് എന്തുകൊണ്ട് തിരിച്ചു കൊടുക്കുന്നില്ല? പത്രങ്ങളിൽ വാർത്ത വന്നു. അപ്പോൾ അതിൻ്റെ എല്ലാം കൂടെ അടിസ്ഥാനം നിങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ അംഗീകരിക്കണ്ടേ? നിങ്ങളൊക്കെ വാർത്ത കൊടുത്ത് നമ്മൾ അംഗീകരിക്കണ്ടേ? അപ്പോൾ അതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷം കഴിഞ്ഞ 3 മാസത്തിനിടയിൽ ട്രാൻസ്ഫർ ചെയ്യാത്തത് കൊണ്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായവും പിന്നെ ദൂരദേശങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത ആളുകളെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കണക്കാക്കിയാണ് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത്. രാഷ്ട്രീയമായ ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ അത് എല്ലാ കാലത്തും തെരഞ്ഞെടുപ്പിന് മുമ്പ് ട്രാൻസ്ഫർ ഉണ്ടാകും. ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു അത് തിരിച്ചു വരുമ്പോൾ അവർക്ക് ട്രാൻസ്ഫർ കൊടുക്കും. അത്രയും ഔദ്യോഗികമായ അനൗദ്യോഗികമായ രേഖാമൂലമോ അല്ലാതെ ഈ സംഭവം നടന്നോ മെറ്റയോട് എന്താണ് സംഭവിച്ചതെന്ന് കേരള പോലീസ് ചോദിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും മറുപടിയുണ്ട് നോഡൽ ഓഫീസറിൽ? ഞങ്ങൾ ചോദിച്ചിട്ട് ഞങ്ങളിപ്പോൾ ചോദിക്കേണ്ട കാര്യം എന്താണ്? ഇത് ഓരോ വാർത്തകൾ ഇങ്ങനെ മെറ്റായി എഴുതി പിടിക്കും. നമുക്ക് പിന്നെ അതിനെ സമയം ഉണ്ടാകും. ഞങ്ങൾ ചോദിച്ചിട്ടില്ല, ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല.